പിറ്റേ ദിവസം ആ സ്യൂട്ട് കേസുകളുമായി അവർ അവിടെ നിന്നും ഇറങ്ങി. ഊട്ടിയിൽ ആ മൃതദേഹം ഉപേക്ഷിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയ അവർ അവിടെ നിന്നും ഒരു വാഹനം വിളിച്ച് നേരെ പോയത് കൊടൈക്കനാലിലേക്കായിരുന്നു. കൊടൈക്കനാലിലെ വലിയ മലഞ്ചെരിവുകളിലോ കാട്ടിലോ ആരും കാണാതെ ആ സ്യൂട്ട് കേസുകൾ ഉപേക്ഷിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് കൊടൈക്കനാലിലെ ആ ടാക്സി ഡ്രൈവറുടെ മുൻപിലേക്ക് അവർ ചെന്നുപെടുന്നത്. ഒറ്റയ്ക്ക് ആ ഭാരമുള്ള സ്യൂട്ട് കേസുകൾ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവർ പണത്തിന്റെ പ്രലോഭനം നൽകി ആ ഡ്രൈവറെ വശത്താക്കാൻ നോക്കി. എന്നാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ടാക്സി ഡ്രൈവറുടെ ബുദ്ധിപരമായ നീക്കം കാരണം ആ സ്യൂട്ട് കേസുകൾ നേരെ ചെന്നു നിന്നത് പോലീസ് സ്റ്റേഷനിലാണ്. സ്യൂട്ട് കേസുകൾ തുറന്ന പോലീസുകാർ ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. വളരെ മാന്യയായ ഒരു ഡോക്ടർ സ്വന്തം കാമുകനെ വെട്ടിനുറക്കി സൂട്ട് കേസിലാക്കി കൊണ്ടുവന്നിരിക്കുന്നു. യാതൊരു കുറ്റബോധവുമില്ലാതെ കൂസലില്ലാതെ നിൽക്കുന്ന ഓമനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്ത പുറത്തു വന്നതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. ഒരു സ്ത്രീ, അതും ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ, ഇത്രയും പൈശാചികമായി ഒരാളെ കൊന്ന് കഷ്ണങ്ങളാക്കി എന്ന് വിശ്വസിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. താൻ തന്നെയാണ് മുരളീധരനെ കൊന്നതെന്ന് ഓമന പോലീസിനോട് സമ്മതിച്ചു. പണത്തോടുള്ള അയാളുടെ ആർത്തിയും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും അവർ പറഞ്ഞു.